ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി. എന്തിന് തടസ്സങ്ങൾ മാറ്റാനോ? തടസ്സങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. കലക്കും, ഞാൻ എല്ലാം കലക്കും. അവനെ പഠിപ്പിക്കുന്ന ഞാനല്ല, പഠിപ്പിക്കുന്ന വലിയ തുകയാണല്ലോ. അതിപ്പം നേരത്തെ തൊട്ട് ഫ്ലവേഴ്സ് ആണല്ലോ അവനെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ അവന് പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കാറുണ്ട്. അത് നീയൊന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ആ നെത്തോലിപ്പണിനാട് എന്റെ പട്ടി പറയും. രേണുസുതിക്കെതിരെ മകൻ കിച്ചു രംഗത്ത്. കഴിഞ്ഞ ദിവസമാണ് കിച്ചു സുതി ചെറുപ്പം മുതലുള്ള തന്റെ ദുരനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ബാല്യകാലം മുതൽ നേരിട്ട അവഗണനകളെയും ഒറ്റപ്പെടലിനെയും കുറിച്ച് വികാരധീരനായാണ് കിച്ചു സംസാരിച്ചത്. വിവാഹത്തിന് മുൻപ് രേണു അമ്മയ്ക്ക് തന്നോട് സ്നേഹമായിരുന്നെന്നും പിന്നീട് താൻ ഒറ്റപ്പെട്ടു പോയി എന്നുമാണ് കിച്ചു പറയുന്നത്. അച്ഛൻ മരിച്ച ദിവസത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടായ കാര്യങ്ങളുമെല്ലാം കിച്ചു തുറന്നു പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എല്ലാം കൂടെ വലിച്ചുകൂട്ടി കത്തിക്കും. എന്നാൽ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് രേണുവും രംഗത്തെത്തി. ചിലരാകട്ടെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ്. കിച്ചു കഞ്ചാവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും ചില കമന്റുകളിൽ പറയുന്നു. സത്യത്തിൽ ഇവരുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. സുധി മരിച്ചത് തൊട്ട് ഇവരെ സോഷ്യൽ മീഡിയ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്താലും കുറ്റം തന്നെ. ഇപ്പോൾ തന്നെ രേണു ഇടുന്ന റീൽസിനൊക്കെ നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലും. അതിനു പിന്നാലെയാണ് മകൻ കിച്ചുവിൻ്റെ ഈ വെളിപ്പെടുത്തലും. താൻ കഞ്ചാവിന് അടിമപ്പെടാൻ കാരണം രേണു സുധിയാണ് എന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. ഈ സംഭവത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക.